ഒരു ലോഡ് വിറകും സാധനജംഗമ വസ്തുക്കളുമായിട്ട് എടപ്പള്ളി പുണ്യാളിന്റെ അടുത്ത് കോഴി നേർച്ചയ്ക്ക് പോകുന്നതാണ്. വീട്ടിൽ പാമ്പൂരാണ്ടിക്കാൻ പുണ്യാളിന് കോഴി നേർന്നുണ്ടായിരുന്നു. വെറ്റിൽ എവിടുത്തെ ഒരു നേർച്ചയാണ്. അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്നാൽ ഞങ്ങൾക്കും എടപ്പള്ളി പള്ളിയിൽ വരുന്ന ഭൂരിഭാഗം പേർക്കും അതിൽ വിശ്വാസം ഉണ്ടാവും. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് മൊത്തത്തിലൊന്ന് കറങ്ങി. നേർച്ചയിടാതെ കോഴിയെ കൊന്നു കറി വയ്ക്കൽ ഇച്ചിരി റിസ്ക് എലമെന്റ് ഉള്ള കാര്യമാണ്. ഞങ്ങൾ പോയപ്പോൾ തിരക്കുറവായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പാമ്പിന്റെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പുണ്യാളിന് ഒരു കോഴി നേർന്ന് ഇവിടെ ഒന്ന് കോഴി നേർച്ച നടത്താം. കോഴി വയ്ക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി ലേറ്റ് ആയി. അതുകൊണ്ട് എസ്ലൂനുള്ള ചിക്കൻ കറി അടുത്തുള്ള ചേട്ടന്മാരോട് വാങ്ങിക്കൊടുത്തു. ഇത് വേകുമ്പോഴേക്കും പാതിര 12 മണിയാവും. പിന്നെ ഈ വട്ടം പണിയെടുക്കാൻ മടിയുള്ള ടീംസിന് കോഴി വെട്ടി പീസാക്കി തരാൻ ഇവിടെ വേറെ ടീംസ് ഉണ്ട്. ഇങ്ങനെ നല്ല ഉടുപ്പിട്ട് കൊണ്ടുവന്നാൽ പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ. വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇങ്ങനെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എല്ലാം കഴിഞ്ഞ് ഇവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാ. ശരിയല്ലേ?